ഇല്ലടേ അതെ ഫസ്റ്റത്തെ യു പി ഭക്ഷണം കഴിക്കാൻ പോണ്. ഓക്കെ BUNA ബുനാ ചിക്കൻ ആണിത്. പിന്നെ ഇത് ഈ ഞാൻ ഹോളി നമുക്ക് തകർക്കണം ചേട്ടാ. അത് വാരിയാണ് മേത്ത് കയറിയുന്നത്. ഇവിടെ എന്തൊക്കെ കിട്ടും? ഗുണ്ട് തോക്കൊക്കെ കിട്ടും. അവിടെ ഇല്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. വേറെ സ്ഥലങ്ങളിലുണ്ടോ തോക്കൊക്കെ ഉണ്ട്. അല്ലത് ഈ കളർ കൊണ്ട് മുഖത്ത് എങ്ങനെ എടുത്ത് ഇച്ചിരി തേക്കാവോ? അങ്ങനെ പറയോ തേക്കാവുന്നോ? ചേട്ടാ ഞങ്ങളോട് വിഷമൊന്നും വിചാരിക്കരുത്. താല്പര്യമില്ലെങ്കിൽ പുറത്തേക്ക്. ഞാനൊരു 10 വർഷമായിട്ട് കളിക്കാറില്ല. കഴിഞ്ഞ വർഷം തൊട്ട് വീണ്ടും ഇറങ്ങി. താല്പര്യമില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. കളിക്കുന്നതിന് ഹോളിയുടെ അന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങൾ പുറത്തുണ്ടാവും. അന്ന് 7 മണിക്ക്. അന്ന് 7 മണിക്ക്. എത്ര മണിക്ക് ഹോളി തുടങ്ങാം? നിങ്ങളെ കളിപ്പിച്ചേ വിടുള്ളൂ. നിങ്ങളെ പ്രാവശ്യം ഹോളി ശരിക്കും കളിപ്പിക്കും. ഹോളിക്ക് വേണ്ടി സ്പെഷ്യൽ അപ്പൊ അങ്ങനെ ദിവസമൊന്നുമില്ലേ ഹോളിക്ക്? വേറെ ആരും കളിപ്പിക്കില്ല. അത് അവരുടെ പിള്ളേര് മാത്രം കളിക്കുന്നില്ല. ആ ഒരൊറ്റ ദിവസം മാത്രമേ കളിക്കുള്ളൂ. തലേ ദിവസം ചിലവന്മാര് ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യാറുന്നില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ തലേദിവസം പോകുമ്പോ എവിടെന്നെങ്കിലൊക്കെ കയറി വരും. ഇത് ഉണക്കയും ഇത് നനഞ്ഞതും. പ്രകാശ് അങ്ങനെ ആയിരുന്നാവോ? പ്രകാരം വായിക്കാം. ഈ സൂക്കാക്കച്ചറയും കീരാക്കച്ചറയും ഇത് ഗവൺമെന്റിന് വേണ്ടിയാ. നവകർ പാലികയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി അവരുടെയാണ്. അപ്പൊ നിങ്ങളുടെ അവിടെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരും ഇങ്ങനെ? ടൗണിലുണ്ട്. എവിടെയൊക്കെ കുരങ്ങൻ കൊടുക്കും. കുരങ്ങൻ തിന്നും. കുരങ്ങന്മാരുണ്ടോ? അയ്യോ കുരങ്ങന്മാരെ ഉള്ള അവിടെ. നമ്മുടെ ആൾക്കാരെക്കാരും കൊണ്ട് കുരങ്ങന്മാരെ ക്ലൗഡായിട്ടുള്ളതുണ്ട്. ഇവിടെ ശരിക്കും വണ്ടി ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക ലൈസൻസ് എടുക്കണം കേട്ടോ. കാരണം സാധാരണ ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പ്രത്യേക ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പേടി പേടിക്കണ്ട. അതെങ്ങനെ വേണേലും ഓടിക്കാം, ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ വിമാനം വരെ പാടത്താം. അതാണ് അല്ലടി സത്യമായിട്ടും. കാരണം അല്ല ഞാൻ വിചാരിച്ച എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും വിചാരിച്ച മുമ്പ്. അങ്ങനെയല്ല, അതല്ല മീൻസ് ഇവിടുത്തെ ആ ഒരു മുമ്പ് ഞാൻ വന്നപ്പോഴായാലും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ചേട്ടൻ. ഡ്രൈവിങ്ങിന് ശരിയാ, അവർക്ക് അങ്ങനെ വലിയ റൂൾസ് ഒന്നും അവര് കീപ്പപ്പ് ചെയ്യില്ല. ആരും റൂൾസ് ഇല്ല. ഇടത്തോട്ട് പോകണം ഇടത്തോട്ട് പോകും, വലത്തോട്ട് വലത്തോട്ട് പോകും. അതിന്റെ അപ്പുറത്ത് ആളുണ്ടോ നോക്കണല്ലേ. അതെ സൂപ്പർ. അപ്പൊ ചേട്ടനും അങ്ങനെ ഇനി പോണല്ലേ? ഇവിടെ നേരെ പോകുന്നതിനോട് വഴിയില്ല. അങ്ങനെ ഇല്ല. എല്ലാവരും അങ്ങനെയായി. നമ്മുടെ അന്തോണസ് ഉണ്ണിയാളെ ഇരിക്കണേ. ഉണ്ണിയാളാ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഈ ആഴ്ച ചൊവ്വാഴ്ച ഞാൻ വരില്ല നോയനക്ക്. ചൊവ്വാഴ്ച നമ്മളുണ്ടാവും. ചൊവ്വാഴ്ച ഉണ്ടാവണേ. തിങ്കളാഴ്ച നമ്മളവിടെ എത്തും. അങ്ങനെ ഇപ്പൊ മറ്റന്നല്ലേ എനിക്ക് ചൊവ്വാഴ്ച. പശുക്കള് നടന്നു പോകുന്നു. ഇവിടുത്തെ തേങ്ങ കൊണ്ട് കൂട്ടിയ ഇവിടത്തെ കരിക്കച്ചോടാണോ? നമ്മുടെ നാട്ടിൽ നിന്നോണ്ടിരുന്നാണോ? ഓറഞ്ച് നോക്കിയേ ലെഫ്റ്റ് സൈഡ് മൊത്തം ഓറഞ്ചാ. അവിടെയൊക്കെ ഫ്രൂട്ട്സ് കിട്ടും. പക്ഷേ അവിടെ അങ്ങനെ ബൾക്കായിട്ട് കണ്ടത് നല്ലതായിരുന്നു. ഓറഞ്ച് ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോ ഉള്ള മാറ്റങ്ങളെ ഭയങ്കര വ്യത്യാസം. നമ്മുടെ നാട്ടിലെ ചന്ത ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ചന്തയാണ് ഇത്. ഇപ്പൊ നമ്മൾ വന്ന വഴി മൊത്തം ഹോളിക്കുള്ള സാധനങ്ങളാണ്ട് അവിടെ തൂക്കിയിട്ടേക്കണേ. പച്ചമുളകും വെച്ചിട്ടുണ്ടല്ലോ.
അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിർത്തി കാണിച്ചു തരാം. അപ്പുറത്തേക്കാണ് എവിടെ പോത്ത് അത് പശുവാ ഇവിടെ ഒരു എരുമ നിൽക്കുന്നത്. ചേട്ടാ മുറ നിക്കണ മുറ ഇതൊക്കെ സാധാ എരുമുറ വേണം കേട്ടോ. ഇത് എരുമ എരുമകളുണ്ടല്ലോ ഇഷ്ടം പോലെ, എരുമ കുട്ടികള്, എരുമകള്. യൂപി വാല എരുമ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ഗോരഖ്പൂർ. ഇപ്പോഴും ഗോരഖ്പൂർ തന്നെയാണോ? ഗോരഖ്പൂര് ഇവിടെ കഴിഞ്ഞ് നമ്മുടെ ഗോരഖ്പൂർ ഏരിയ കഴിയും. കീട അല്ല, ഗീഡ. ഇവിടെ നമുക്കൊരു സ്കൂളുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നമ്മുടെ ഗീഡയിലെ സ്കൂൾ. ആ കാണുന്ന സ്കൂളാണ്. കീടയോ സ്ഥലത്തിന്റെ പേരാണോ കീട? ഒരു സ്ഥലത്തിന്റെ പേരാണ് കീട ഗീഡയല്ല, കീട. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പക്ഷെ നിറച്ച് പൊടി പിടിച്ചിരിക്കുന്ന മരങ്ങളാ. മഴ പെയ്യാത്തോണ്ടല്ലേ? ഇവിടെ മഴ പെയ്യില്ല. പെയ്യണെങ്കിൽ തന്നെ അല്ല ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിന് മഴ ഉണ്ടാവും. അപ്പൊ വെള്ളം നല്ല വെള്ളമാണോ? പക്ഷെ ഇവിടെ ഇത്രയും മരങ്ങളിലായിട്ടൊക്കെ എന്താണ് മഴ പെയ്യാതെ? നമ്മുടെ നാട്ടിലത്തെ പോലെ taste ആണ്. വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മനസ്സിലായിട്ടില്ല ഇതുവരെ. ചേച്ചി വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഇല്ല, വെള്ളത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം എല്ലാം കുറച്ച് കഴിയുമ്പോ അറിയാം. ടേസ്റ്റ് വ്യത്യാസമില്ല. ഞങ്ങൾ കുടിച്ചിട്ട് പറയാം വെള്ളത്തിന് taste വ്യത്യാസം. നമ്മൾ ഫിൽറ്ററിൽ നിന്നല്ലേ കുടിക്കുന്നത്. ഇടോ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ഇവിടുത്തെ വെള്ളത്തിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. അതങ്ങനെ നമ്മുടെ നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റ് ആണോ എന്നറിയാണ്ട് ചോദിച്ചതാ. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ഇവിടെ ഞങ്ങളെ അവിടുത്തെ വീട്ടിലെ വെള്ളം ഉണ്ടല്ലോ, ആ അവിടുത്തെ വീട്ടിലെ വെള്ളം ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആ ആണ്. അപ്പൊ പാലപ്പറമ്പ് ടേസ്റ്റ് വ്യത്യാസം. വെള്ളം പിടിക്കാണ്ടായി ഒരു ചവർപ്പ് പോലെ വന്നു തുടങ്ങി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ വെള്ളം ഭയങ്കര ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ ഇവിടേക്ക് വരുമ്പോ അത് ആദ്യം വരുമ്പോ അറിയാം. ഞാനൊക്കെ 33 കൊല്ലായി ഇവിടെ. ഈ വെള്ളം തന്നെ കുടിച്ചു അല്ല വെള്ളത്തിന് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. അല്ല പെട്ടെന്ന് ചോദിച്ചാ മഴ പെയ്യില്ല. മാറുമ്പോ പെട്ടെന്ന് ഒരു നമ്മുടെ ചവർപ്പ് ചുറ്റും വയലുള്ളതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം വയൽ ഏരിയയാണ്. വയല് എന്താ ക്ലോറിൻ അങ്ങോട്ട് കൂടി അല്ല ഏട്ടാ, ഈ മഴയിലാണ് ഇപ്പൊ അവിടെ നീ വെള്ളം വരുന്നപ്പോഴേക്ക് പുഴയെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളമില്ലല്ലോ. പിന്നെ എവിടെ നീ വെള്ളം വരണ എവിടെ നിന്ന്? പിന്നെ മഴയിൽ പെയ്യാണ്ട് മഴ പെയ്യാണ്ടോ? ആ വെള്ളത്തിന് സാന്നിധ്യമുണ്ട്. ഈ പാടത്തേക്ക് മുടിക്കൊക്കെയുള്ള വെള്ളം അത് മോട്ടർ അടിക്കാം. മോട്ടർ അടിച്ചു പറ്റും. ശ്ശെ, ഈ മോട്ടർ അടിക്കാതെ ഈ വെള്ളം ഉണ്ടാവില്ലല്ലോ. വെള്ളം ഉണ്ടെന്നേ, വയലല്ലേ നമ്മുടെ വയൽ. നമ്മുടെ വയലിലൊരു കിണർ കുത്തി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? അതിന് അവിടെ സൈഡിൽ പുഴയും ഇടയ്ക്ക് മഴയും പെയ്യല്ലോ. കുഷിനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകും. ചേട്ടൻ സബ്ജക്ട് നേപ്പാൾ ഔദ്യോഗിക ഹിന്ദി. विकास प्रतिकरण ईडा में आपका स्वागत है. ഹിന്ദി വായിച്ചു. ഹിന്ദി പഠിച്ചു. ഹിന്ദി വായിച്ച് ഞങ്ങളുടെ വത്സല ടീച്ചർക്ക് നന്ദി അർപ്പിക്കുന്നു. മനസ്സിലാണോ പേര്? വത്സല ടീച്ചറുടെ പേര് എനിക്ക് അറിയണേ. അതാണോ? ഓ 1 2 3 4 5 എഴുതാണ്ട് എത്ര ദിവസം ഞാനാണ് ആ പാട്ട് വന്ന പിന്നെ അത് പഠിച്ചത്. അല്ല കൊറേ ദിവസം തന്നെ പുറത്തു നിർത്തി. ഇമ്പോസിഷൻ തന്നു. അപ്പൊ ഇമ്പോസിഷൻ എഴുതി കൊടുക്കാതെ അത് എഴുതി കൊടുത്തു. എന്നിട്ടും ടീച്ചർ ഇത് പറയാണ്ട് ഉള്ളി കയറ്റിലാണ്. അങ്ങനെ 2-3 ആഴ്ച ഞങ്ങളെ പുറത്ത് നിർത്തിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അകത്ത് കയറ്റി. എന്തായാലും പഠിക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നു, ഞാനന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കണ്ടിന്യൂ, എനിക്കിപ്പോഴും 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 19 അങ്ങനെ അതൊരു 20 വരെയൊക്കെ അറിയുള്ളൂ. അത് വിട്ടിരുന്ന അങ്ങോട്ട് അത് വിട്ടുപോയി. അത് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടാ പഠിക്കാൻ എളുപ്പം എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന്റെ 22 23 24 പിന്നെ അവിടുന്ന് എളുപ്പമാണ്. പക്ഷെ എന്തോ ഒരു ഫോൾട്ട് എനിക്ക് അവിടെ സംഭവിച്ചിരുന്നു. പണ്ടേ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ സാറിനോട് പറഞ്ഞു പച്ചത്തറും പൈൻസെട്ടും എന്ന് പറഞ്ഞാൽ അറിയോ? പൈൻസെട്ട് എന്ന് പറഞ്ഞാൽ 65, പച്ചത്തർ എന്ന് പറഞ്ഞാൽ 75. അപ്പൊ കടയിലൊരു ചേട്ടൻ പറഞ്ഞു പൈൻസെട്ട് അതായത് 65 തന്നാ മതി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു പൈൻസെട്ടിനായി തന്നെ ഞാൻ പച്ചത്തർ തേനെങ്കിൽ. പുള്ളി പറഞ്ഞു വിചാരിച്ചത് ആ ചേട്ടൻ 75 പറഞ്ഞേ. അപ്പൊ ഞാൻ 10 രൂപ കുറച്ച് 65 തരുവുള്ള പുള്ളി ഇപ്പൊ ഇവിടെ പറയുന്നത്. മലയാളി നമ്മുടെ ആള്. മലയാളിയുടെ കളി. അല്ല 65 തരുന്ന പുള്ളി പറയാം. ഞാൻ 75 മലയാളത്തിൽ പറഞ്ഞെന്ന് ഓർത്തു എനിക്ക്. 65 തരില്ല, ഞാൻ 75 തരുവുള്ളൂ. ചേട്ടന്റെ വെറ്റിലാണോ? ആയിരിക്കും.
അഞ്ചോ ഇവിടെ ഹോട്ടൽ എത്താറായെന്ന് നോക്കണേ. ബോട്ടിലാ അവിടുത്തെ ബോട്ടിലാണെങ്കിൽ ചൂടിലോട്ട് ഇല്ല, അത് സൗദി ആയതുകൊണ്ട് മലയാളി ഹോട്ടലാ. ടയറിന്റെ അവസ്ഥ ഒരു ടയറില്ല. അതിന്റെ ഫ്രണ്ടിലത്തെ ടയർ അങ്ങനെ തന്നെയാ. വണ്ടി ഓടും എന്നാലും വണ്ടി ഓടും. ഇതിനെ കൊണ്ടുപോണോണേ. വലിച്ചു കൊണ്ടുവന്നോ? ആ വണ്ടിയെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ച ചേട്ടനെ, പാവം ചേട്ടൻ. എന്തായാലും എന്താ അവസ്ഥ? ഇതെന്തിന്റെ പാടാണോ? കടുക്. കടുക്. ഇപ്പൊ കടുകാണ്. നേപ്പാളിലേക്കൊക്കെ പോകുന്ന വഴിക്ക് പാടത്ത് പോയി ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ അവിടെ ഇപ്പൊ കടുകിന്റെ നല്ല മഞ്ഞ കളറിലെ പൂക്കളൊക്കെ കാണാം. ആ ബസിന്റെ കോലം കണ്ടോ? വൈകി ചേട്ടാ. ഗോരഖ്പൂർ ഏ. ഖലീലാബാദ് ബസ്തി. ഖലീലാബാദ്. വൈകി അടിയിൽ തൊടുത്ത് വൈകി. അത് പോയി. വായിക്കണേക്കാൾ കടന്നുപോയി. നല്ല രസമല്ലേ? ഈ ഒരു ഏരിയ വരുന്നുണ്ട്, സിംഗപ്പൂര് പോലെയുള്ള കേട്ടോ. യു പിയിലെ സിംഗപ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോഴും. എന്നോട് ഇത് രാത്രിയിൽ എടുക്കണം ഇവിടെ. ഈ ഏരിയ നല്ലതാ. ഇതാണ് നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. യു പിയിലെ സിംഗപ്പൂർ. ആ. ഇത് അടിപൊളി റോഡ്. ഏത് സ്ഥലം? ഇത് ഖലീലാബാദ്. ഖലീലാബാദ്. ഇതിലല്ലേ ഉസ്ബെക്കിലുള്ളത്? ഖലീലാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ആ യു പി വ്ലോഗ് തുടങ്ങാണ്. അപ്പൊ ഇനി ഒരാഴ്ച കാലം ഫുൾ യു പി. അപ്പൊ യു പിയിലെ കാഴ്ചകൾ കാണാനും യു പിയിലെ വിശേഷങ്ങൾ കാണാനും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വൈഡ് വ്ലോഗ്സ്. സ്വാഗതം. ഈ ഓട്ടർഷ ഈ ഓട്ടർഷ എന്ന് പറയാൻ പറ്റുണ്ടായി പോയില്ല. ദേ ഓട്ടർഷ. ദേ ഓട്ടർഷ. അതേ കൊറേ നേരത്തെ ശേഷം ഒരു ചെടി കണ്ടു. ശാന്തി കബീർ ഇത് സന്ത് കബീർ നഗർ. കഴിഞ്ഞു ഇത്. അനാമിക. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ വന്ന് ഇവിടെ ആനന്ദ് ഹൈവേ റിസോർട്ടിൽ എത്തിയിട്ടാ. ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണെന്നാണ് അളിയനും പെങ്ങളൊക്കെ പറയുന്നത്. വരുന്ന വഴിക്ക് ഇല്ലടേ, ഫസ്റ്റ് യു പി ഭക്ഷണം അതെ, ഫസ്റ്റത്തെ യു പി ഭക്ഷണം കഴിക്കാൻ പോണ്. ഫ്ലാഗ് ഡ്രസ്സിലേക്ക് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് പോണ്. എൻ്റെ കുറെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ആനന്ദ് എന്നുള്ള പേരായിട്ട്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഹോട്ടലാണ് കേട്ടോ ആനന്ദ്. അപ്പൊ അങ്ങനെ നമ്മള് ഇതേ ആകാശ് ഹൈവേ അല്ല ആനന്ദ് അത് ആനന്ദത്തോടുകൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ആനന്ദത്തിൽ കൊണ്ട് കയറ്റിയേക്കാണ് നമ്മുടെ അളിയൻ. അപ്പൊ എന്തായാലും ഇവിടെയാണ് ഇനി ഭക്ഷണം കഴിക്കല്. നമുക്ക് വേണ്ടി ഞങ്ങൾ വന്നപ്പോഴേക്ക് അളിയൻ റിസർവ് ചെയ്ത് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി. താങ്ക് യു അളിയാ, താങ്ക് യു. അപ്പൊ ആദ്യത്തെ നമ്മുടെ യു പി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഐറ്റം ദേ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയുന്ന സാധനം. സ്റ്റാർട്ടർ. അതെ, ഇത് ശരിക്കും ഒരു കോഴിയുടെ ഫുൾ കാല്, വലിയ കാല്. നമ്മുടെ അവിടത്തെ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാലായി. ഇത് ഗുണ്ടു വലിക്കണം. കൊള്ളാം. ആ ഞങ്ങൾ എന്തായാലും പേഴ്സ് എടുത്തിട്ടില്ല അളിയാ. ഫോണുണ്ടല്ലോ അല്ലേ? ഫോണിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. എടുക്കും വിടും. കൊള്ളാം. കൊള്ളാല്ലേ? സൂപ്പർ. ഈ ജ്യൂസ് ഇത് എല്ലാം മുക്കി കഴിക്കും. മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂപ്പർ എരിവ്, നല്ല എരിവ്. പക്ഷെ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്.
നമ്മുടെ അവിടുത്തെ ലോലിപോപ്പിന്റെ ടേസ്റ്റ് അല്ല, നമ്മൾ ലോലിപോപ്പിന് മധുര കൂടുതൽ, അതിന് ഹണിയുടെ ടേസ്റ്റ് സോയാ സോസ് കൂടുതലുണ്ടാവുന്നു. ഹണിയുടെ രസം കൂടുതലാണ്. ഇതെന്തോ വേറെ ടേസ്റ്റ്, പക്ഷെ നല്ല രസമുണ്ട്. എരിവ് കൂടുതൽ ഇവിടെ. വേറെ കറിയൊന്നും പറയണ്ടായിരുന്നു. ആദ്യം തന്നെ വന്ന സംഭവം പറഞ്ഞില്ലേ, ചിക്കൻ ലോലിപോപ്പ് വന്ന് അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത് ബട്ടർ നാൻ. ഇത് ബട്ടർ നാൻ, ഇത് ബട്ടർ ചിക്കൻ, ഇത് ഗുന ചിക്കൻ. നമ്മൾ ഗുന കേവ് എന്നൊക്കെ കേട്ടില്ലേ? ഗുന ബുന, ബുന ചിക്കൻ. അതാ പിന്നെ നിനക്കാണ് പറഞ്ഞുകൂടെ? ഓക്കെ, BUNA ബുന ചിക്കൻ ആണിത്. പിന്നെ ഇത് ഈ ഞാൻ മറ്റേ റൊട്ടിയുടെ മുകളിൽ വേറെ എന്തോ തേച്ചിട്ടുണ്ട് വരും, ബട്ടർ തേച്ചിട്ടുണ്ടല്ലേ. എന്തായാലും കൊള്ളാട്ടോ. ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയും. ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്, അതിൻ്റെയാണ് ഈ സൗണ്ട് ഭയങ്കരമായിട്ട് കേട്ടോ. ഫാൻ ഇട്ടില്ലെങ്കിൽ ഈച്ച തന്നെയുണ്ട്, അവിടെ ഫാൻ ഓഫ് ചെയ്യണില്ല. ഞാനത് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്, ജീര റൈസ് തന്നെയാണോ പേര്? ജീര റൈസ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളത് കറുത്ത ജീരകമാണ്, അത് കരിഞ്ഞാണോ? കരിഞ്ജീരകന് സാധാ ജീരകം തന്നെയല്ലേ? കരിഞ്ജീരകല്ല, പെരിഞ്ജീരകല്ല, കരിഞ്ജീരകം. അതിന്റെ ടേസ്റ്റ് പോലെ തോന്നി. മരുന്നിലൊക്കെ ഇടുന്ന ജീരകം. സംഭവം ഓക്കെ എന്ന് പറയാ. നമുക്ക് നമുക്ക് എനിക്കാണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. കഴിക്കണത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മരുന്ന് കഴിക്കണ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഇത് കൊള്ളാം. മീൻസ് ഇതിന്റെ കൂടെ അതിനെ മാച്ച് ചെയ്യാൻ പറ്റില്ല, അത് വേറെ ഒരു കാറ്റഗറി സാധനം. നമ്മുടെ കുറച്ച് സർലാസും അച്ചാറും ഒരു മാങ്ങച്ചാറും. അങ്ങനെ നമ്മള് ദേ ബുന ചിക്കനും അതേപോലെ ബട്ടർ ചിക്കനും ബട്ടർ നാനും ചിക്കൻ ലോലിപോപ്പും അതേപോലെ ജീര റൈസും. ജീര റൈസ് ഞാൻ പറയാനുള്ള, ജീര റൈസ് ഇത്തിരി കഴിച്ചോളൂ. എന്തായാലും ഇതൊക്കെ കഴിച്ച് നമ്മുടെ ആനന്ദ് ഹൈവേ റിസോർട്ടിനോട് ബൈ ബൈ പറയാണ്. അപ്പോൾ നമ്മുടെ UP ആദ്യത്തെ ഫുഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നില്ലേ? പിന്നെ മറ്റേ ആൾക്കാരുണ്ടല്ലോ മക്കി, അവർ ചില നേരത്ത് വരും, അവരുടെ അടുത്ത് നമ്മൾ കരോട്ട സ്ഥലത്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർ വന്നിരിക്കും. അത് മാത്രമേ ഇതുള്ളൂ, ബാക്കി അടിപൊളിയായിരുന്നു. എന്നാലും ഭയങ്കരമായിട്ടൊന്നുമില്ല, ഇടയ്ക്ക് ഓരോന്നൊക്കെ വന്നോളൂ. വാ, ഇനി ഇവിടുന്ന് 10-35 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ CG ഫോൺ വിളിച്ചേക്കണ്ട, സി ചേച്ചി മിസ് ചെയ്യാണ്. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നല്ലോ. രാജദൂത് ആ ഒരു പഴമ കാണിക്കാനായിരിക്കും. കണ്ടാ നമ്മുടെ പണ്ടത്തെ രാജദൂത് വണ്ടി. അങ്ങനെയായിരിക്കും, പണ്ടത്തെ വണ്ടിയായിരിക്കും. കൊള്ളാം, സൂപ്പർ രാജദൂത്. എനിക്ക് മാലും മാത്രമേ ഉള്ളൂ, പറയാറില്ല. നമ്മള് ആനന്ദം ഭവനോട് വിട പറഞ്ഞു. ആനന്ദഭവൻ ഒന്നരക്ക് അവിടെ എത്തി, ലാൻഡ് ചെയ്തു. ചിലപ്പോഴേ അതിന്റെ ഉള്ളിൽ നിന്ന് കറങ്ങി തുറന്നു വരില്ലേ, വന്നില്ലെങ്കിലാ പ്രശ്നമല്ലേ? അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താൻ പോണ്. ഇപ്പൊ എത്തും. ഈ വഴി കൂടെയാണ് ചേട്ടാ പണ്ട് പോയേ. ട്രെയിന് വരുമ്പോ ഈ വഴിക്കല്ല, ആ വഴിക്ക്. ആ പാടത്തേക്കൂടെ നടന്നതായിട്ട് ഓർക്കുന്നു. ഇറങ്ങി നടന്നോളി. എവിടെ സ്കൂള്? പക്ഷെ ഞാൻ കണ്ടില്ല. ഹോസ്പിറ്റലാണ്.